ചൈനയിലെത്തി ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും മുന്നറിയിപ്പുമൊക്കെ നൽകി വിലസിയ മുഹമ്മദ് യൂനുസ് എന്ന ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രിക്ക് ഇടുത്തിയായി ഇന്ത്യയുടെ പുതിയ നീക്കം. ബംഗ്ലാദേശിൻ്റെ ചരക്ക് നീക്കത്തിന് ഇന്ത്യ നൽകിയിരുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് സംവിധാനം ഇന്ത്യ നിർത്തലാക്കിയതോടുകൂടി തന്നെ ബംഗ്ലാദേശിന് നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ചരക്ക് നീക്കം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഈ ട്രാൻസ്മിഷൻ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ ചരക്കുകൾ വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതനുസരിച്ച് തന്നെ ബംഗ്ലാദേശിന് 2020 ഈ ഒരു സംവിധാനം ഇന്ത്യ അനുവദിച്ചു കൊടുത്തത്. അതായത് ബംഗ്ലാദേശിലുള്ള കയറ്റുമതിക്കാർ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ചരക്കെത്തിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവിടങ്ങളിലേക്ക് ചരക്കെത്തിക്കാൻ കഴിയും. ഒപ്പം തന്നെ സാമ്പത്തികമായി വലിയ ലാഭമാണ്. വലിയ തുക ചെലവഴിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തുന്നത്. അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വളരെ അധികം കുറയ്ക്കാനും കഴിയും. ഇപ്പോൾ ഈ സംവിധാനമാണ് ഇന്ത്യ നിർത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് യൂനുസ് ചൈനയിൽ ചെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കര മാത്രമേ ഉള്ളൂ, കടലില്ല. കടലിൻ്റെ മുഴുവൻ കൺട്രോളും തങ്ങളുടെ പക്കലാണ്. ഇവിടെ ചൈനയ്ക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു. അവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേപ്പാളിലും ഭൂട്ടാനിലും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അതായത് വടക്കിഴക്കൻ സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ ആധിപത്യം തങ്ങൾക്കാണെന്നും അവിടേക്ക് ചൈനയെ ക്ഷണിക്കുകയാണെന്നാണ് യൂനുസ് പറഞ്ഞു വെച്ചത്. ഇതോടാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം പാദരക്ഷകളും തുണിത്തരങ്ങളും ആഭരണങ്ങളും മറ്റുമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ വഴി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത് ഇന്ത്യൻ വ്യാപാരികൾക്ക് കൂടുതൽ ഗുണപ്പെടുന്ന രീതിയിലേക്ക് മാറി. കാരണം ബംഗ്ലാദേശിൻ്റെ കയറ്റുമതി പൂർണ്ണമായി നിന്നിരിക്കുന്നു. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നിലവിൽ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും മറ്റും ഉള്ള ബംഗ്ലാദേശിൻ്റെ ചരക്കുകൾ കയറ്റി അയക്കും. അതിനുശേഷം പുതിയതായിട്ട് ഒന്നും തന്നെ അനുവദിക്കാൻ കഴിയില്ല. നിലവിലുള്ളത്, കാരണം അതിൻ്റെ ക്ലിയറൻസിനും മറ്റുമായി കാത്തു കിടക്കുന്ന ചരക്കുകളുണ്ട്, അവ കയറ്റി അയക്കും. അതിനുശേഷമുള്ളത് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ബംഗ്ലാദേശിൽ യൂനുസിനെതിരെ ഈ കയറ്റുമതിക്കാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കാരണം അവരുടെ വഴി അടയുകയാണ്. കാരണം ഈ കയറ്റുമതി മറ്റു രാജ്യങ്ങൾ ചുറ്റിയാണ് ഈ കയറ്റുമതിയെങ്കിൽ അത് കയറ്റുമതിക്കാർക്ക് വലിയ നഷ്ടമാണ് സമ്മാനിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.